ഇന്റർനെറ്റിന്റെ വ്യാപ്തിയിലുണ്ടായ വിപ്ലവാത്മകരമായ മാറ്റം പ്രായലിംഗ ഭേദമന്യേ ഏതൊരാൾക്കും ഏതു സമയത്തും ഏതൊരു അഭിരുചിക്കും അനുസൃതമായ തരം പോൺ ചിത്രങ്ങൾ കാണാവുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അധികമായ പോൺ കാഴ്ച ശാരീരികമായ ലൈംഗിക പ്രക്രിയകളെയും അവതാളത്തിലാക്കുന്നുണ്ട് എന്ന് ഇത് സംബന്ധിച്ച പഠനങ്ങൾ മുന്നറിയിപ്പ് തരുന്നു. ഓരോ തവണയും നമുക്ക് മാനസികോല്ലാസം തോന്നുമ്പോൾ അതൊരു പ്രശംസയോ രുചിയുള്ള വിഭവമോ ലഹരി വസ്തുവോ ലൈംഗിക കൃത്യമോ മൂലമാവട്ടെ, നമ്മുടെ തലച്ചോറുകളിലെ ആനന്ദത്തിൻ്റെ കേന്ദ്രങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടങ്ങളിൽ ഡോപ്പമിൻ എന്ന നാഡീരസം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഡോപ്പമിൻ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്ന മസ്തിഷ്ക ഭാഗത്ത് നിന്നും അതിൻ്റെ പ്രയാണം തുടങ്ങുകയും ആനന്ദം നമുക്ക് അനുഭവവേദ്യമാക്കുന്ന ന്യൂക്ലിയസ് അക്യുംബൻസ്, ഏകാഗ്രതയും ഊർജ്ജസ്വലതയുമൊക്കെ ഒരുക്കിത്തരുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ഓർമ്മശക്തി സുസാധ്യമാക്കുന്ന ഹിപ്പോകാമ്പസ്, ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഹൈപ്പോതലമസ് എന്നീ മസ്തിഷ്ക ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയുമാണ് ചെയ്യുന്നത്. ലൈംഗികാസക്തി ഉണരുമ്പോഴും വേഴ്ചയിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ആനന്ദം അനുഭവപ്പെടുന്നത് ഡോപ്പമിൻ ഇത്തരത്തിൽ സ്രവിക്കപ്പെടുകയും ന്യൂക്ലിയസ് അക്യുംബൻസിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാലാണ്. ഇതേ ഡോപ്പമിനാൽ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് ഹൈപ്പോതലാമസ് നമ്മുടെ ലൈംഗിക അവയവങ്ങളിലേക്ക് നാഡീ സന്ദേശങ്ങൾ അയക്കുന്നതും അതുവഴി ഉദ്ധാരണവും മറ്റും സാധ്യമാവുന്നതും എന്നതും പ്രധാനമാണ്. പോൺ കാണാനുള്ള ത്വര അനുഭവപ്പെടുമ്പോഴും അതിൻ്റെ സുഖം പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോഴുമെല്ലാം ഈ വിധം ഡോപ്പമിൻ സ്രവിക്കപ്പെടുകയും മസ്തിഷ്ക ഭാഗങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സമാനതകളില്ലാത്ത ഉത്തേജനമാണ് തലച്ചോറുകളിൽ ഓൺലൈൻ പോൺ തിരയുന്ന വേളയിൽ ഉണ്ടാകുന്നത്. ഈ അവസരത്തിൽ ഡോപ്പമിൻ്റെ കൂടുതലായുള്ള ഉൽപ്പാദനം താങ്ങാൻ കഴിയാതെ അവ തടയണകൾ തീർക്കുന്നു. അതായത് ഡോപ്പമിൻ പ്രവർത്തിക്കുന്ന സ്വീകരണികളുടെ എണ്ണം കുറയ്ക്കുകയും മറ്റും ചെയ്യുന്നു. തൽഫലമായി ഡോപ്പമിൻ വിവിധ മസ്തിഷ്ക ഭാഗങ്ങളിൽ പഴയപോൽ ഏശാതാവുന്നതിനാൽ രതി അഡിക്ഷൻ ബാധിച്ചവർക്ക് ആനന്ദദായകമല്ലാതായിത്തീരുന്നു. പങ്കാളികൾക്ക് അവരെ ഉണർത്തിയെടുക്കാനോ ഉദ്ധരിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ആവാതെ വരുന്നു. രതിവേളകളിൽ സ്ഖലനം വല്ലാതെ വൈകുകയോ തീരെ നടക്കാതെ പോവുകയോ ചെയ്യുന്നു. ചിലർക്ക് ഇതിനെ മറികടക്കാൻ വേഴ്ചാവേളകളിൽ മനക്കണ്ണിൽ പോൺ കാഴ്ചകൾ കാണേണ്ടതായി വരുന്നു. ചിലർ വേഴ്ചകളെ പോൺവൽക്കരിക്കാൻ ശ്രമിച്ച് പങ്കാളിയുടെ അപ്രീതി നേടുന്നു. സമാന്തരമായി പോണിനോടുള്ള കമ്പം പഴയതിലും കൂടുന്നു. ഇത്തിരി ലൈംഗിക സുഖം കിട്ടാൻ കൂടുതൽ അളവിൽ കൂടുതൽ തീക്ഷ്ണമായ സീനുകൾ കാണേണ്ടി വരുന്നു. തലച്ചോറിൻ്റെ തടയണയ്ക്ക് ഉയരം കൂടുന്നതിനനുസരിച്ച് വർദ്ധിച്ച അളവ് ഡോപ്പമിന് പോലും ഹൈപ്പോതലാമസിനെ ഉദ്ദീപിപ്പിക്കാനാവാതെ വരികയും അതിതീവ്രമായ പോണിനെ കൂട്ടുപിടിച്ചാൽ പോലും സ്വയംഭോഗം സംതൃപ്തിയേകാതാവുകയോ അപ്പോൾ പോലും ലിംഗോദ്ധാരണം മരീചികയാവുകയോ ചെയ്യുന്നു.